നമുക്കതുപോലെ തന്നെ മൊബൈൽ ഷോപ്പ് ബിസിനസ് ഉണ്ടല്ലോ. ദേര മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് മൊബൈൽ ഷോപ്പിൻ്റെ കടകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലൈസൻസിങ്ങും അതിനെന്തെങ്കിലും കോംപ്ലിക്കേഷൻസുകളാണോ അവിടെ ചെയ്യുന്നതിന്? ഇപ്പം അതൊക്കെ ഇപ്പോൾ ദേര മാർക്കറ്റ് പറഞ്ഞുകൊണ്ട് അവിടെ കാണുന്ന കുറേ ഹോൾസെയിൽ ബിസിനസ്സാണ്. അതേസമയം നമ്മളിപ്പോൾ ഷാർജയിലൊക്കെ ഒരു മൊബൈൽ റൗണ്ട് അബൌട്ട് ഉണ്ട്. അതിന് യഥാർത്ഥ പേര് വേറെ ആണെങ്കിലും അത്രയും മൊബൈൽ ഫോൺ ഷോപ്സുകൾ ഉണ്ടായതുകൊണ്ട് ഇതെല്ലാത്തിനും ഹോൾസെയിൽ ആയാലും റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആയാലും ഒരേ ആക്ടിവിറ്റിയാണ് മൊബൈൽ ഫോൺ ട്രേഡിംഗ് എന്നുള്ളത്. അപ്പോൾ അതൊരു നോർമൽ ലൈസൻസ് ആണ്, ഈസി ആയിട്ട് എടുക്കാവുന്ന ലൈസൻസ് ആണ്. നമ്മൾ ഷോപ്പ് എടുക്കുന്നു അല്ലെങ്കിൽ ഓഫീസ് എടുത്തിട്ട് വേണമെങ്കിൽ മൊബൈൽ ഫോൺ ട്രേഡിംഗ് ബിസിനസ് തുടങ്ങാം. മനസ്സിലാക്കേണ്ടത് സിം കാർഡ് വിൽക്കണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് പോലീസിന്റെ പെർമിഷൻ വേണം. അതായത് എമിറേറ്റിൽ സിം കാർഡ് ട്രേഡിംഗ് എല്ലാവർക്കും മൊബൈൽ ഫോൺ ഷോപ്പിന്റെ ലൈസൻസ് എടുത്തോ എന്ന് കരുതിയിട്ട് കിട്ടില്ല. മൊബൈൽ ഫോൺ ട്രേഡിംഗ് വേറെയാണ്. ഇത് പോലീസ് ശരിക്കും TDRA ആണ്, ടെലികമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു അതോറിറ്റിയാണ് TDRA. അവരുടെ അപ്രൂവൽ എടുത്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അല്ലാണ്ട് ഇവിടെ പോലെ മൊബൈൽ ഷോപ്പ് ഉണ്ടെന്ന സിം കാർഡ് വെക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ അല്ല, പറ്റില്ല. കാരണം ഇത് പിന്നെ ഓരോ സിം എടുക്കുന്നത് ഞാൻ പോലീസ് അപ്രൂവലിന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇതിന്റെ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ പോകണേ. അത് വളരെ ശ്രദ്ധിക്കേണ്ടതല്ല. കാരണം സെൻസിറ്റീവ് സാധനമല്ല ഒരു സിം കാർഡ് കൊടുക്കാന്ന് പറയും. ഇപ്പോൾ അതുകൊണ്ടാണ്. അപ്പം മൊബൈൽ ഫോൺ ഷോപ്പിലുള്ള ആൾക്കാർ സിം കാർഡ് ചെയ്യണമെങ്കിൽ സിം കാർഡ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി കൂടെ അതിലൂടെ ആഡ് ചെയ്യണം. ഓക്കെ, എന്തായാലും നല്ല സാധ്യതയുണ്ടല്ലേ? സാധ്യതയുണ്ട്. അത് ഹോൾസെയിൽ ആയാലും മൊബൈൽ ഫോണിന്റെ സാധ്യത തന്നെയല്ലോ ഒരിക്കലും ലോകം അവസാനിക്കും. ഇനിയും ഇങ്ങനെ അപ്ഡേറ്റഡ് ആയി വരുന്നല്ലാതെ സാധ്യത പോകുന്നില്ല. നാട്ടിലേക്ക് സംബന്ധിച്ചിടത്തോളം ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങുമ്പോൾ തന്നെ തൊട്ടടുത്ത് സർവീസ് സെന്റർ തുടങ്ങും. അത് പോസിബിൾ ആണോ? അല്ല, അത് സർവീസ് സെന്റർ തുടങ്ങാം. സെയിം ലൈസൻസിലല്ല. മൊബൈൽ ഫോൺ റിപ്പയറിംഗ് പറഞ്ഞിട്ട് മറ്റൊരു സർവീസ് ലൈസൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ലൈസൻസാണ്. അപ്പോൾ രണ്ടായി നിൽക്കണം. അത് ഒറ്റ ബിൽഡിംഗിൽ തന്നെ ചെയ്യാൻ പറ്റും. ബിൽഡിംഗ് ചെയ്യാം, അടുത്തടുത്ത ഷോപ്പായിട്ട് ചെയ്യാം. പിന്നെ ചെറിയ റിപ്പയറിംഗ് ഒക്കെ ഈ ട്രേഡിംഗ് ഷോപ്പ് നടത്തുന്ന ആൾക്കാർ ചെയ്യാറുണ്ട്. വലിയ പ്രശ്നങ്ങൾ കാണാറില്ല. പക്ഷെ വലിയ രീതിയിൽ റിപ്പയറിംഗ് സെന്ററായി തുടങ്ങുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് റിപ്പയറിംഗിന്റെ ആക്ടിവിറ്റി എടുക്കുന്നത് നല്ലത്. നാളെ ഒരു ആൾ വന്നിട്ട് റിപ്പയർ ചെയ്തിട്ട് വല്ല കംപ്ലൈന്റ് ആയി എന്റെ ഡാറ്റ പോയി എന്നൊക്കെ പറഞ്ഞ് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ ആക്ടിവിറ്റി ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് പ്രശ്നം വരും. അതുകൊണ്ട് ശ്രദ്ധിക്കാന്നുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിയാസ് ഭായ് പറഞ്ഞത് ഒരു സ്ഥലത്ത് മൊബൈൽ വിൽക്കുമ്പോൾ തന്നെ സർവീസ് സെന്റർ വേണമെങ്കിൽ വേറെ ബിൽഡിംഗ് ആയിരിക്കും അർത്ഥം. വേറെ ബിൽഡിംഗ് അല്ല, സെയിം ബിൽഡിംഗ് ഷോപ്പായിരിക്കണം. അതെ, ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റും.